ഏറെ ബഹുമാനം നിറഞ്ഞ യോഗാധ്യക്ഷൻ കേന്ദ്ര മുഷാവറ അംഗം KT ഹംസ മുസ്ലിയാർ, ഇവിടെ സന്നിധരായിട്ടുള്ള IB ഉസ്മാൻ ഫൈസി, ഇവിടെ ഇന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന അബ്ദുൽ ഗഫൂർ അൻവരി മുദൂർ, അബ്ദുസമ്മദ് പൂക്കോട്ടൂർ, MT അബൂബക്കർ ദാരിമി, SP മുഹമ്മദ് അലി, മറ്റിവിടെ വേദിയിൽ സന്നിധരായിട്ടുള്ള ഹൈദർ ഫൈസി, ബഷീർ വള്ളിക്കോത്ത്, അത്താവുള്ള തങ്ങൾ, KS തങ്ങൾ, നമ്മുടെ ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദ് അടക്കമുള്ള നിരവധി നേതാക്കൾ ഈ വേദിയിലുണ്ട്. എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇത്രയും ആളുകളെ ഒരു ക്യാമ്പിൽ അണിനിരത്തി ഇത്രയും ദിവസം പരിപാടി നടത്താൻ ഇവിടെ മറ്റൊരു സംഘടന ഇല്ല എന്ന് വിളിച്ചോതുകയാണ് ഈ ഒരു ക്യാമ്പ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഒരുപക്ഷെ കേരളം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ജനസഞ്ചയമായിരിക്കും നാളെ കുനിയിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ളതും നമുക്ക് ഏറെ അഭിമാനത്തോടു കൂടി പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്. സമസ്തയുടെ സമ്മേളനങ്ങൾ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒളിമങ്ങാത്ത ഓർമ്മകളാണ് നമുക്ക് നൽകുന്നത്. ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലും സമസ്തയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു വികാരമായി കാണുന്ന ഒന്നാണ്. അതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ സമസ്തയുടെ സമ്മേളനത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പയുടെ കൈപിടിച്ച് കുട്ടിക്കാലം മുതൽ വരാൻ തുടങ്ങിയിട്ടുള്ള സമ്മേളനങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനങ്ങൾ. അതിൻ്റെ ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ മൺമറിഞ്ഞ എല്ലാ നേതാക്കളെയും വളരെ ആദരപൂർവം ഇടപെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ സ്വീകരണ മുറിയിൽ അവരെ ആദരവോടുകൂടി സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്ന ഓർമ്മകൾ, അത് കണ്ണിയത്ത് ഉസ്താദ് മുതൽ ഇന്നേ വരെയുള്ള സമസ്തയുടെ എല്ലാ നേതാക്കളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ ഞങ്ങളും കിട്ടിയിരുന്നു. ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമായിരുന്നു. തിരിച്ചും അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ വന്യപിതാമഹൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, അദ്ദേഹം പണിത വീട്ടിലാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങളുടെ ഉമ്മ അവരുടെ മകളായിരുന്നു. സമസ്തയെ നട്ടുവളർത്തിയ ആ മഹാൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ രക്തവും ഞങ്ങൾ ശ്വസിച്ച ശ്വാസവും ഞങ്ങൾ വളർന്ന മണ്ണും സമസ്തയുടെ തന്നെയാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അതിൽ നിന്നും ഞങ്ങളെ ആർക്കും അടർത്തിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനാരും ശ്രമിക്കുകയും വേണ്ട എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
ഇന്ന് സമസ്ത ഇവിടെ ആഘോഷിക്കുന്നത് അതിൻ്റെ 100-ാം വാർഷികമാണ്. ഒരു സംഘടന 100-ാം വാർഷികം ആഘോഷിക്കുക എന്നുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ്. ഇതൊരു സംഘടനയുടെ ഒരു ആഘോഷമായല്ല നമ്മൾ കാണുന്നത്. 100 വർഷം എന്നുള്ളത് കേവലം ഒരു കാലഗണനമല്ല, അത് അതിജീവനത്തിൻ്റെ, സാഹസികതയുടെ, സംരക്ഷണത്തിൻ്റെ എല്ലാം ചരിത്രമാണ്. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് സമൂഹം വലിയ രീതിയിൽ പലതും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കേവലം അത് കുറഞ്ഞ കാലം കൊണ്ട് ആ അടയാളങ്ങൾ മാത്രമായി മാറുകയും അതിനെ ജീവിപ്പിക്കാൻ തലമുറകളില്ലാത്ത സാഹചര്യവുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ വൈകാരികമായ ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കിത്തന്ന ഒരു പ്രസ്ഥാനമെന്ന നിലക്ക് ഈ പ്രസ്ഥാനത്തോട് കേരളീയ ജനം മുഴുവനും ഇവിടെ കടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് അനുഗ്രഹമായിക്കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ആദർശങ്ങളിൽ നിന്നും ഒരു നിലക്കും വ്യതിചലിക്കാതെ നവീകരിക്കപ്പെടുന്ന, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന രീതിയിലേക്ക് ഇസ്ലാമിൻ്റെ ചലനങ്ങളെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഒരിക്കൽ നമ്മുടെ ഐഡിയോളജിയിൽ നിന്നും കോംപ്രമൈസ് ചെയ്യാതെ ഈ സമൂഹത്തെ ഒരു കാലത്ത് നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയ പല ആദർശങ്ങളെയും അത് വളരെ വിവേകപൂർവം അതിനെ നേരിട്ട് അതില്ലാതാക്കി നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ച ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ലോകത്ത് ഇസ്ലാം ആഹ്വാനം ചെയ്തത്, ആദ്യമായി ഖുർആൻ ആഹ്വാനം ചെയ്തത് ആരാധിക്കാനോ അല്ലെങ്കിൽ ശിക്ഷയെക്കുറിച്ചുള്ള വിധിവിലക്കുകൾ ആയിരുന്നില്ല, മറിച്ച് പഠിക്കാനായിരുന്നു, വായിക്കാനായിരുന്നു, അന്വേഷിക്കാനായിരുന്നു. അവിടെയാണ് നമ്മുടെ മനുഷ്യ സമൂഹം അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് നമുക്ക് വേണ്ടത് ഇൽമാണ് എന്നുള്ളത് നാം തിരിച്ചറിയുന്നത്. ഇൽമിലൂന്നിയ സമൂഹത്തിന് മാത്രമാണ് ഇവിടെ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് നഷ്ടപ്പെട്ട ഒരുപാട് നഷ്ടപ്രതാപങ്ങളുടെ ചരിത്രവും നമുക്കുണ്ട്. ഏറ്റവും നല്ല ഇൽമിലുള്ള, വിജ്ഞാനമുള്ള സമൂഹം ഏറ്റവും കൂടുതൽ ഇവിടെ ചരിത്രങ്ങൾക്ക് ശില്പികളാവാൻ ആ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട്. അറിവ് കേവലം ഒരു അറിവിൻ്റെ ശേഖരം മാത്രമല്ല, അള്ളാഹുവിൽ നിന്നുള്ള അറിവ്
ആ അറിവിനെ നമ്മളെങ്ങനെ കണ്ടെത്തണം, അറിവിൻ്റെ പരിധികൾ, അതിൻ്റെ ശരിയും തെറ്റും, എപ്പിസ്റ്റമോളജി ഒബ്സർവേഷൻ എന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ മുൻകാല ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. 8-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ലോകത്തിന് വെളിച്ചം പാകിയത് മുസ്ലിങ്ങളായിരുന്നു. ദാറുൽ ഹിക്മയെക്കുറിച്ച് അറിയാം. ബഗ്ദാദിൽ അത് കേവലം ഒരു ഗ്രന്ഥശാല മാത്രമായിരുന്നില്ല, മറിച്ച് അവിടെയാണ് അൽ ഖവാരിസ്മി അൽജിബ്രയെ വികസിപ്പിച്ചെടുത്തത്. ഇബ്നു സീന വൈദ്യശാസ്ത്രത്തെ വികസിപ്പിച്ചെടുത്തത്. അൽബറൂനി പ്രകാശശാസ്ത്രത്തെ, ഓപ്റ്റിക്സിനെ വികസിപ്പിച്ചെടുത്തത്. ഭൂമിശാസ്ത്രപരമായ വികാസം ഒക്കെ തന്നെ നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, മനുഷ്യൻ്റെ പുരോഗതിക്കുള്ള ഏത് ഇൽമാണെങ്കിലും അത് അള്ളാഹുവിൽ നിന്നാണ്. ആ ഇൽമിനെ നമ്മൾ വികസിപ്പിച്ചെടുത്തുകൊണ്ട് അതിലൂടെ മനുഷ്യ സമൂഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. അതാണ് എംപിരിക്കൽ ഒബ്സർവേഷൻ. നമ്മുടെ ഓരോ അറിവിനും നമുക്കുണ്ടാവേണ്ട പ്രത്യേകത അത് പ്രാക്ടിക്കലാണോ, അനുഭവ സമ്പന്നതയുടെ മറവിൽ നമുക്ക് അറിവിനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും, ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ നമ്മുടെ യുക്തി, റാഷണൽ ഒബ്സർവേഷൻ, യുക്തിക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതാണോ ഈ അറിവ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല റെവലേഷൻ, വഹി. ഇപ്പോൾ വഹിയും എംപിരിക്കൽ ഒബ്സർവേഷനും അതുപോലെ എപ്റ്റിമിസ്റ്റിക്കൽ എപ്പിസ്റ്റമോളജിയിലും കൂടിക്കലർന്ന അറിവാണ് ഇവിടെ ലോകത്ത് മുസ്ലിം സമൂഹം വളർത്തിയുണ്ടാക്കിയിട്ടുള്ളത്. അതില്ലാതെ ആവുമ്പോൾ, അതിലൂടെയാണ് ലോകത്ത് ഇവിടെ വലിയ നവോത്ഥാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അതില്ലാതാവുമ്പോഴാണ് ഇവിടെ മറ്റു ചിന്താഗതികൾ, ഓറിയൻ്റലിസ്റ്റുകൾ, അവിടെ നമുക്ക് ഈ വിജ്ഞാനം ഇല്ലാതാവുമ്പോൾ അവിടെ അതിവികാരം വരുന്നു, അതിവാദം വരുന്നു. ആ വികാരങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് വൈകാരികതയും നമുക്കുള്ള പരാജയവുമാണ്. പക്ഷെ അവിടെ നമുക്കുണ്ടാക്കിയെടുക്കേണ്ടത് ഇത്തരം വിജ്ഞാനങ്ങൾ പകർന്നുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ആ വിജ്ഞാനം ഇല്ലാതാവുമ്പോൾ, അതിവൈകാരികത വരുമ്പോൾ ഇവിടെ വളർന്നു വരുന്നത് ഓറിയൻ്റലിസ്റ്റുകളും റാഷണലിസ്റ്റുകളും എത്തിസ്റ്റുകളും മതനിരാസവും. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടുന്ന ഒന്നാണ് മതനിരാസം. മതമില്ലാതാവുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി ഇല്ലാതാവുന്നു, നമ്മുടെ സ്വത്വബോധമില്ലാതാവുന്നു, അടയാളമില്ലാതാവുന്നു. ഇതില്ലാതെ പോയ ഒരുപാട് ചരിത്രങ്ങൾ, നഷ്ടപ്രഭാവത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്കറിയാം. ആ ചരിത്രങ്ങൾ നമ്മൾ ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. പൊന്നാനി നമുക്കുണ്ടായ പാരമ്പര്യമായിരുന്നു. മഖ്ദൂമികൾ ഫത്തുൽ മുഈൻ പോലുള്ള കിതാബുകൾ രചിച്ചു. തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലുള്ള ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനമായി. വലിയ രീതിയിലുള്ള ഇടപെടലാണ് വൈജ്ഞാനികമായി നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്നും അത് ഒരു നൊസ്റ്റാളജിയായി നമ്മൾ ഇപ്പോഴും കാണുകയാണ്. നമ്മൾ നൊസ്റ്റാളജി ആവുക മാത്രം അല്ല നമുക്ക് ചെയ്യേണ്ടത്. നമുക്കിന്നൊരുപാട് റിസോഴ്സുകളുണ്ട്. നമ്മൾ കാലഘട്ടത്താണ് ജീവിക്കുന്നത്. നമ്മുടെ അറിവ് വിരൽത്തുമ്പിലാണ്. അത്തരം അറിവുകൾ യോട് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്നു. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മുസ്ലിം സമുദായം ഏത് രീതിയിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്? ഏറ്റവും ഉത്കൃഷ്ടരായ സമൂഹം, കുൻതു ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ട ഉത്തമ സമൂഹമാണ് നിങ്ങളെന്ന് പറയുമ്പോൾ ആ സമൂഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ചേർന്ന ഒരു സാംസ്കാരികമായി ഉയർന്ന സമൂഹത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള സ്വീകാര്യത കിട്ടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട്. അവിടെയാണ് ഇന്ന് ഇസ്ലാം ഇവിടെ ഭയത്തോടു കൂടി കാണുന്ന രീതിയിലേക്ക് ഇസ്ലാമിനെ മാറുന്നു. ഭീകരവാദം വരുമ്പോൾ ഇസ്ലാമിനുമായി ബന്ധപ്പെടുത്തുന്നു. പക്ഷേ ഇസ്ലാം ഇവിടെ വളർന്നു വന്നത് കാരുണ്യവും സ്നേഹവും അറിവും എല്ലാം പകർന്നുകൊണ്ടാണ്.
അങ്ങനെയുള്ള സമൂഹത്തെ വീണ്ടെടുക്കാൻ അവിടെയാണ് ഇന്ന് സമസ്തക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 100 വർഷങ്ങളായി വെറും സംഘടന മാത്രമല്ല, ആ സംഘടനാ ബലത്തിൻ്റെ കീഴിൽ ഇവിടെ മദ്രസാ പ്രസ്ഥാനങ്ങൾ, ദർസുകൾ ഇവിടെ നടത്തി. അത്തരം കാലത്തിന് ശേഷം ഇവിടെ കാലോചിതമായ രീതിയിലുള്ള മതബൗദ്ധിക വിദ്യാഭ്യാസ സമന്വയങ്ങൾ, അൽബിർ പോലുള്ള നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, അസ്മി പോലുള്ള സ്കൂൾ സംവിധാനങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, എല്ലായിടങ്ങളിലും നമുക്ക് നമ്മുടേതായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്കിവിടെ ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സമൂഹത്തിൻ്റെ കൂടെ അത്തരം ആ എപ്പിസ്റ്റമോളജിയിൽ നിന്നുകൊണ്ട് ഇവിടെ നിന്നതുകൊണ്ടാണ് എന്ന് മാത്രം മനസ്സിലാക്കി അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിലേക്ക് ഇനിയും ഒരുപാട് നൂറ്റാണ്ടുകൾ ഇവിടെ സമസ്ത ഇവിടെ ഇവിടെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് നമ്മുടെ പുതിയ തലമുറകൾ. ആ രീതിയിൽ നമുക്ക് ഈ പ്രസ്ഥാനത്തെ ചേർത്ത് വിളിച്ചുകൊണ്ട് അതിലണിനിരുന്നുകൊണ്ട് ഇതിനെ ശക്തിപ്പെടുത്തണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനമുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.